എല്ലാരും സെറ്റ് അല്ലേ? നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഇരിക്കുന്നില്ലേ? നമുക്ക് ഇന്നൊരു പുതിയ ചാപ്റ്റർ ബോട്ടണിയിൽ അങ്ങ് തുടങ്ങിയാലോ? അല്ലേ? ബോട്ടണി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് അല്ലേ? നമ്മുടെ പ്രകൃതിയുമായിട്ടും എല്ലാം കാണുന്ന ഒരു അടിപൊളി സബ്ജക്റ്റ്. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ഇന്നൊന്ന് തുടങ്ങി നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും മോർഫോളജി? എന്തായിരിക്കും മോർഫോളജി? ചിന്തിച്ച് നോക്ക്. അറിയുന്നുണ്ടോ? ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ്, അല്ലേ? എക്സ്റ്റേണൽ, ഈ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ടീച്ചറെ മക്കൾ നോക്ക്. ടീച്ചറെ നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും? പെട്ടെന്ന് ടീച്ചറുടെ മൂക്ക്, ടീച്ചറുടെ കണ്ണ്, ചെവി, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ ഒരു നമ്മള് മക്കൾക്ക് ടീച്ചറെ പ്രകടമായി കാണാവുന്ന ഗുണങ്ങളെയാണ് എന്ത് പറയാ? എക്സ്റ്റേണൽ, അല്ലേ? എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. ഇതിന് എന്ത് പറയാം? നമുക്ക് മോർഫോളജി എന്ന് പറയാം. അപ്പൊ ടീച്ചർ ഇപ്പൊ എന്തിന്റെ മോർഫോളജി ആയിരിക്കും പഠിപ്പിക്കുന്നത്? പ്ലാന്റിന്റെ. പിക്ചർ കണ്ടാൽ തന്നെ മക്കൾ ഊഹിക്കല്ലോ എന്തിന്റെ മോർഫോളജിയാണ് പഠിക്കുന്നത്? പ്ലാന്റിന്റെ മോർഫോളജിയാണ് പഠിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ കാണുന്നത്? ഫസ്റ്റ് എന്ത് കണ്ടു? റൂട്ട് കണ്ടു, ഇല്ലേ? പിന്നെ എന്ത് കണ്ടു? ലീഫ്, ഷൂട്ട്, പിന്നെയോ ഫ്ലവർ, സീഡ്, എല്ലാം കണ്ടില്ലേ? അപ്പോൾ ഒരു പ്ലാന്റിന്റെ നമ്മൾ എക്സ്റ്റേണൽ കാണുന്ന ഈ ഫീച്ചേഴ്സിനെയാണ് എന്ത് പറയുന്നത്? മോർഫോളജി. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് എന്ന് പറയാലോ. ജസ്റ്റ് ടീച്ചറ് ഒരു ഒറിജിനൽ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതാ, അപ്പൊ ഇതിന്റെ എന്തൊക്കെയായിരിക്കും ഇതിന്റെ എക്സ്റ്റേണൽ ഫീച്ചർ? ഇതിന് റൂട്ട് ഉണ്ട്, പിന്നെ സ്റ്റെം, ലീഫ്, പിന്നെ എവിടെയായിട്ട് നോട്ട്സ്, ഇന്റർ നോട്ട്സ് ഉണ്ടാവും. ഇതിനൊരു ഫ്ലവർ ഉണ്ട്, ഇതിന് സീഡ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരു പ്ലാന്റിന്റെ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പാർട്സും ചേർന്നതാണ്. നമുക്ക് പ്രകടമായി കാണുന്ന ഭാഗങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാന്റിന്റെ പ്രകടമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൽ മക്കൾ നോക്കി, ഇവിടെ റൂട്ട് കാണുന്നുണ്ടല്ലോ. റൂട്ടിൽ എന്തുണ്ട്? ഒരു മെയിൻ റൂട്ടില്ലേ? മെയിൻ റൂട്ട് മാത്രമാണോ കണ്ടത്? മെയിൻ റൂട്ടിന്റെ കൂടെ എന്തുണ്ട്? ഒരു ലാറ്ററൽ റൂട്ട് ഉണ്ട്, ചെറിയ ചെറിയ റൂട്ടുകൾ കണ്ടില്ലേ? അപ്പൊ ഇതെല്ലാം കൂടി കൂടിയതാണ് എന്ത് പറയാ? റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്തൊക്കെയാണ്? ഷൂട്ട് കാണുന്നുണ്ട്, ഇല്ലേ? ലീഫ് കാണുന്നുണ്ട്, ഫ്ലവർ കാണുന്നുണ്ട്, ഇല്ലേ? ഇതെല്ലാം കൂടി കൂടിയത് എന്തായിരിക്കും? ഷൂട്ട് സിസ്റ്റം. അപ്പൊ നമുക്ക് ഇന്ന് ഏത് പഠിക്കാം? ആദ്യം തന്നെ നമ്മൾ പോയി ഷൂട്ട് സിസ്റ്റം പഠിക്കണ്ടല്ലോ, അല്ലേ? കുറച്ചും കൂടി എൻജോയ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് സിസ്റ്റം തുടങ്ങിയാലോ? സെറ്റ് ആണോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ഇങ്ങനെയാ റൂട്ട് വരുന്നത്. എവിടുന്നാ റൂട്ട് വരുന്നത്? നമ്മുടെ വീട്ടിൽ സീഡ് ഉണ്ടാവാറില്ലേ? വിത്ത് ഉണ്ടാവാറില്ലേ? ഇപ്പൊ ചെറുപയറൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ മുളച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മളൊരു സീഡ് നമ്മൾ എന്ത് ചെയ്യും? പുറമെ ഇട്ട് കഴിഞ്ഞാല്, മുറ്റത്ത് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാല് അതെന്ത് ചെയ്യും? അത് മുളയ്ക്കാൻ തുടങ്ങും, ഇല്ലേ? മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ സെന്റർ ഭാഗത്തിൽ നിന്ന് ഒരു പോർഷൻ താഴോട്ട് വരും. അതിനാണ് റാഡിക്കൽ എന്ന് പറയുന്നത്. എന്താ പറയാ? റാഡിക്കൽ. ഇത് ശ്രദ്ധിക്കണേ, ഇത് എക്സാമിന് വരുന്ന ഒരു പോയിന്റ് ആണ് റാഡിക്കൽ. ഈ റാഡിക്കൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? റൂട്ട് ഉണ്ടാവുന്നത്. ഇപ്പൊ ടീച്ചർ ഇവിടെ എഴുതിയോണ്ട് പറയാം, ഷൂട്ട് അപ്പ് എന്തായിരിക്കും? ഇവിടെയുള്ള പ്ലിമ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഷൂട്ട്. ഇപ്പൊ മക്കളെ ഈ ഒരു കാര്യം ഇപ്പൊ നോക്കണ്ട. ഇപ്പൊ നമുക്ക് ഏത് നോക്കാം? റാഡിക്കൽ എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് കിട്ടും, അല്ലേ? റൂട്ട് ഫോം ചെയ്യുന്ന ഫസ്റ്റ് വേർഡ് R, ഇവിടെ റാഡിക്കൽ, അല്ലേ? റാഡിക്കലിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? റൂട്ട് ഫോം ചെയ്യുന്നത്. സെറ്റ് ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ഈ റൂട്ട്. ഈ റൂട്ടില് നേരത്തെ ടീച്ചർ പറഞ്ഞു എന്താ? ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് ദ റാഡിക്കൽ ആണെന്ന് പറഞ്ഞു. ഇതില് പ്രൈമറി റൂട്ട് ഉണ്ടാവും, കണ്ടോ? പ്രൈമറി റൂട്ട്, പിന്നെ എന്തുണ്ട്? ടെർഷ്യറി റൂട്ട്, അല്ലേ? സെക്കൻഡറി റൂട്ട്, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടെ കുറച്ചും കൂടി മെയിൻ ആയിട്ടൊരു കാര്യങ്ങൾ പഠിക്കാം. ഈ ഒരു പോർഷനാണ്, ഇത് നമുക്ക് എക്സാമിന് നന്നായിട്ട് വരുന്ന പോർഷനാണ്. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ടീച്ചർ പറഞ്ഞോട്ടെ? ടീച്ചർ പറയാണ്, ഈ റൂട്ടിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏതാണ് ഫസ്റ്റ്? ടാപ്പ് റൂട്ട്. ഈ വേർഡ്സ് നന്നായി ശ്രദ്ധിക്കണേ, 2-3 വട്ടം അങ്ങ് പറഞ്ഞു. ഏതാണ്? ടാപ്പ് റൂട്ട്. രണ്ടാമത്തേതോ? ഫൈബ്രസ് റൂട്ട്. മൂന്നാമത്തേതോ? അഡ്വെന്റീഷ്യസ് റൂട്ട്. ഏതാണ്? ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, അഡ്വെന്റീഷ്യസ് റൂട്ട്. ഓക്കെ, ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരുകളൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ,
അത് നമുക്ക് ഏത് നോക്കാം? ഫസ്റ്റ് ടാപ്പ് റൂട്ട് നോക്കാം. എങ്ങനെയായിരിക്കും ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാല്? എന്താ ടീച്ചർ എഴുതിയത്? ഡൈക്കോട്ട് അല്ലേ? മോണോക്കോട്ടും ഡൈക്കോട്ടും ഇല്ലേ? അതില് ഡൈക്കോട്ടിൽ കാണപ്പെടുന്ന റൂട്ടാണ് എന്ത് പറയുന്നത്? ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് അല്ലേ? ഇൻ ഡൈക്കോട്സ് പ്രൈമറി റൂട്ട് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അപ്പൊ ടീച്ചർ കാണിച്ചു തരാം. ഈ പ്ലാന്റ് കണ്ടില്ലേ? ഈ പ്ലാന്റില് മെയിൻ ആയിട്ട് കണ്ടോ റൂട്ട് പോണത്? ഈ പ്ലാന്റിനെ ടീച്ചർ പറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടി. കാരണം ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയാണ്. ഇങ്ങനെ താഴോട്ടേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വരും. അതിനുശേഷം എന്തൊക്കെ ഉണ്ട് കാണുന്നുണ്ടോ? ഇവിടെ എന്തൊക്കെയുണ്ട്? പ്രൈമറി റൂട്ടും ഈ കുറേ ലേറ്ററൽ റൂട്ട് കാണുന്നില്ലേ? ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ഏതാണ്? മസ്റ്റാർഡ് പ്ലാന്റ്. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? കടുകൊക്കെ കണ്ടിട്ടില്ലേ? കടുകിന്റെ ഒക്കെ പ്ലാന്റ് ആണ് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. ഓക്കെ, സെറ്റ് ആണോ? അടുത്തേക്ക് പറഞ്ഞാലോ? ഫൈബ്രസ് റൂട്ട്. ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? എന്താ? നാര് അല്ലേ? നാര് പടലം. അപ്പം എന്തായിരിക്കും? പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഡൈക്കോട്ടിലാണ് നമ്മൾ ടാപ്പ് കണ്ടത്. രണ്ടാമത്തെ റൂട്ട് ഫൈബ്രസ് എവിടെയാ കാണുക? മോണോകോട്ട് റൂട്ടിലാണ് എന്ത് കാണുന്നത്? ഫൈബ്രസ് കാണുന്നത് അല്ലേ? ഇൻ മോണോകോട്സ് പ്രൈമറി റൂട്ട് ഈസ് ഷോർട്ട് ലീവ്ഡ് ആണ് ആൻഡ് റിപ്ലേസ്ഡ് ബൈ ലാർജ് നമ്പർ ഓഫ് റൂട്ട്. ടീച്ചറെ കാണിച്ചു തരാം. ഇത് കണ്ടോ? നമ്മുടെ നെല്ലൊക്കെ ഇല്ലേ? നെൽച്ചെടി വീറ്റൊക്കെ ഉണ്ടാവില്ലേ? അതിൽ ഇത് കണ്ടോ? ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാര്. ആ നാര് കണ്ടില്ലേ മക്കൾ? ഇത് കണ്ടോ താഴോട്ട് വന്നത്? ഈ റൂട്ട് എങ്ങനെയായിരുന്നു? ഇതിനൊരു മെയിൻ റൂട്ട് ഉണ്ട്. ഇതിനെങ്ങനെയാ വരുന്നത്? കണ്ടോ? നാര്